കൺകുളിർക്ക കണ്ടോളൂ, അതാണ് ചെക്കൻ. എന്റെ പേര് തൃഷ. ഞാൻ ഭയങ്കര ഫാനാണ്. ഞാൻ അവിടെയൊക്കെ ചെന്നിട്ട് ആൾക്കാരുടെ ഇടയിൽ നിന്നൊക്കെ വിളിച്ച് കൊറേ പ്രാവശ്യം വിളിച്ചു, പക്ഷെ അതിന് എന്നെ നോക്കണമൊന്നുമില്ല. മൂവി പ്രൊമോഷന് ചെന്നപ്പോഴേക്കും എന്നെ മൈൻഡ് ഒന്നും ചെയ്തില്ല. അവിടെ വേറെ പെൺപിള്ളേരെ ഹഗ്ഗൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. മോശമായി പോയി ബിജു, മോശമായി പോയി. എടാ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. നിനക്ക് വിഷമായ? എനിക്ക് വിഷമമായി. അതെ, നമ്മളെയൊന്നും മൈൻഡ് ചെയ്തില്ല. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അത് ചിലപ്പോ ആ പെൺകുട്ടി അങ്ങോട്ട് വന്ന് ഞാനല്ലാതെ എനിക്കൊരു ഹഗ് തരൂ ആരെങ്കിലും. ചാൻസ് കിട്ടിയില്ല ഇങ്ങനെ അടുത്തിരുന്ന്. അതാണ് ഇപ്പൊ ഞാൻ രാവിലെ എണീറ്റപ്പോ എനിക്ക് ഇന്നൊരു നല്ല ദിവസമായിട്ട് തോന്നി. എണീറ്റപ്പോ തന്നെ നെസ്ലിന്റെ മുഖമാണ് എന്റെ മനസ്സിലേക്ക് വന്നത്. എന്താടാ അവരിളക്കം? എന്താ ഇളക്കി കൂടെ? കൊറേ വിളിച്ചു, അവിടെ നിന്ന് ഫ്രണ്ടിലൊക്കെ വന്ന് വിളിച്ചിട്ടും പക്ഷെ നമ്മളൊന്നും മൈൻഡ് ചെയ്തില്ല. ബാക്കിലായിരുന്നോ? ഞാൻ എടീന്നൊക്കെ വന്ന് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി, പക്ഷെ എന്നെ മൈൻഡ് ചെയ്തില്ല. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. സോറി. ഞാൻ നിന്നിട്ടുണ്ടോന്നേക്കണ ബട്ടർഫ്ലൈ ഇതൊക്കെ ഉണ്ട്. എന്റെ അടിവയറ്റിലുള്ള ബട്ടർഫ്ലൈ നേരെ പറന്നു വന്ന് എവിടെ. എടാ നീ സൂക്ഷിക്കണം, ഇവൾ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുക. അയ്യോ എന്റെ ലൂസിന്റെ ലേസ് ഞാൻ കെട്ടിക്കോട്ടെ. കണ്ടിട്ട് എനിക്ക് എന്താ പറയണെന്ന് ഷൂസിന്റെ ലേസ് കെട്ടിക്കോട്ടെ. ഇത്ര പെട്ടെന്ന് കെട്ടിക്കോളാൻ പറയുന്നത് ഞാൻ വിചാരിച്ചു. എന്നെ ഇതോട് കുത്തി അങ്ങ് കൊല്ലും. ചെറുതായിട്ട് എനിക്ക് ആക്ച്വലി തോന്നി. ഞാൻ എന്റെ അമ്മേനെ കൊണ്ടൊക്കെ വന്നേക്കുന്നേ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്തൊരു ചളിയാടോ, ചളിവാരി അങ്ങ് തെറിപ്പിക്കുവോ, പൊത്തുവോ ചളിവാരി. ചെടിയിലുണ്ട് വിത്ത്, മൂക്കിലുണ്ട് കുത്ത്, നീയാണ് എന്റെ മുത്ത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? സയന്റിസ്റ്റ് ആണോ? ഞാനോ? അല്ല. You discovered the formula of my love. ഇത് കടുത്ത ആരാധികയല്ല, ഞാനൊരു വലിയ സംഭവം അല്ലേ. ഇത്ര നാള് കാത്തിരുന്നിട്ട് ഇപ്പോഴല്ലേ വന്നത്. അതെ അതെ. പിന്നെ തണ്ണീർമത്തല്ലൊരു ഡയലോഗ് പറഞ്ഞില്ലായിരുന്നോ, നിനക്കൊക്കെ നാണമില്ലേടാ പെണ്ണുങ്ങളുടെ പുറകെ. അത് കേട്ടപ്പോ എനിക്ക് വിഷമായിട്ടോ. പാട്ട് പാടാൻ വീണ, പല്ല് തേക്കാൻ മോണ, നീല്ലെങ്കിൽ എനിക്ക് ആകെ ക്ഷീണം. ഇപ്പൊ ആകെ ക്ഷീണൊക്കെ മാറിട്ടോ. പിന്നെ കണ്ടപ്പോ തന്നെ എന്റെ കണ്ണിലൊക്കെ ഇങ്ങനെ കണ്ണില് കൂടെ ബട്ടർഫ്ലൈ വയറ്റിലും വന്നു. വയറ്റിലും നേരെ ഇവിടെ വന്നിട്ട് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നേ. ഇയാൾ എവിടെ നിന്ന് കിട്ടി? ആളുമെടുക്കാൻ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അമ്മയ്ക്കായിട്ട് നസ്ലിൻ അത്രക്ക് ഇഷ്ടമാന്ന് പറഞ്ഞില്ലേ? നസ്ലിൻ അങ്ങോട്ട് മെസ്സേജ് ഒക്കെ എപ്പോഴും ചെയ്തിട്ടുണ്ടോ? ഞാൻ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെ എല്ലാരെയും ഒന്നും നോക്കില്ലല്ലോ. അതെ അതെ. എന്തൊരു മനുഷ്യനാണ് അയാള്. എന്താ അയച്ചോളൂ? ഹലോ, ഞാൻ ഭയങ്കര ഫാനാണ്, ക്രഷാണ് എന്നൊക്കെ അയച്ചിട്ടുണ്ട്. പക്ഷെ കണ്ടില്ല. ഇപ്പൊ കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്കും. പിന്നെ കാണാം. അത് വേണോ? ഓ താങ്ക് യു. ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. ഒരു വ്യക്തി ഇവിടെ ജോയിൻ ചെയ്യും. എന്തൊക്കെയാണ് പരിപാടി നമുക്ക് നോക്കാം. ഒരു കാർത്തിക് കുട്ടൻ, എന്താണ് ഇവിടെ പരിപാടി? ഇവിടെ നിങ്ങളെ വിളിച്ചിട്ടല്ലേ പറയൂ. അല്ല, ഇവിടെ എന്താണ് ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ചോദിക്കാൻ പോകുന്നത് നമ്മളോട് പറഞ്ഞിട്ടില്ലോ, അതാ ഞാൻ ചോദിച്ചത്. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ ഓക്കെ. ഇപ്പം അമിതനെ ഇമ്പ്രസ് ചെയ്യാനാണ് എന്റെ ഇവിടുത്തെ എനിക്ക് തന്നിരിക്കുന്ന ടാസ്ക്. പോയി എന്റെ ബാല്യം പോകുമ്പോ അപ്പൊ ആർട്ടിസ്റ്റ് ആണല്ലോ നമ്മളെല്ലാരും. നിങ്ങള് ആർട്ടിസ്റ്റ് ആണ്, ഞാനും ഒരു ലോ ബഡ്ജറ്റ് ആർട്ടിസ്റ്റ് ആണ്. എന്താ ഉദ്ദേശിച്ചത്? അപ്പൊ ഒരു ആർട്ട് ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ് അല്ലേ ഏട്ടാ?
ഒരു സിനിമയാണേലും എന്താണേലും ഒരു ആർട്ട് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ടാലന്റ് ആണ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ. അപ്പോൾ എൻ്റെ അറിവിൽ യുവർ ഫാദർ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ആർട്ടിസ്റ്റ് ഐ ഹാവ് എവർ സീൻ. കാരണം ഇത്ര നല്ലൊരു ആർട്ട് ഉണ്ടാക്കി വെച്ചില്ല. മോനെ എന്തോ സുഖിപ്പിക്കല്ലേട്ടാ, എന്താ സുഖിപ്പിക്കണ്ടെന്ന്. ആണോ? താങ്ക് യു, കൊള്ളാം. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പെൺപിള്ളേരാണെങ്കിൽ അതിലും കൂടുതൽ ഗോസിപ്പ് ഉണ്ടാവില്ല. പിന്നെ ഉറപ്പായിട്ടും. അപ്പൊ മമിത ഒരു ഗോസിപ്പാണോ? ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. അതെ, ഗോസിപ്പാണോ? ഗോസിപ്പ് മെറ്റീരിയൽ ആണോ? ഞാനൊരു ഗോസിപ്പ് മെറ്റീരിയൽ ആണോ? ഞാൻ അറിയ ഗോസിപ്പ് പറയാറുണ്ടോന്നോ? അറിയ ഗോസിപ്പ് എസ് ഓർ നോ? ആർ യു ഗോസിപ്പ്? സീരിയസ് ആവണ്ട. Because you are spreading too fast on me. എന്തിനാ കത്തി എടുക്കുന്നേ? ഇങ്ങനെ ആർത്തടുത്ത് കൊല്ലുന്നതിന് പകരം ഒറ്റ കുത്തിന് ചാവാൻ. ഹാർട്ടിനകത്ത് കൊടുക്ക. ഇംപ്രസ് ആയിന്ന് പറ, അല്ലെങ്കിൽ ഇനി കേൾക്കേണ്ടി വരും. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. അഭിനയിച്ചാ മതി. എക്സൈറ്റഡ് ആവുമല്ലോ അഭിനയിച്ച. കൊള്ളാവോ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. പഠിക്കാനൊക്കെ എങ്ങനെയായിരുന്നു? തരക്കേടില്ലായിരുന്നു. ബാക്ക് ബെഞ്ചർ ആയിരുന്നു അതോ ഫ്രണ്ട്? ബാക്ക് ബെഞ്ചർ ആണ്, പക്ഷെ അത്യാവശ്യം പഠിക്കും. ഇതൊക്കെ എന്തിനാ താൻ അന്വേഷിക്കണേ? ഒരു സാമാന്യ മര്യാദക്ക്. അപ്പൊ ഏതാ വിഷയം ഏറ്റവും ഇഷ്ടം? സയൻസ്. സയൻസ് ആണ്. ഈ സയൻസിൽ ബയോളജി സൈസ് യു ആർ 7% ഓഫ് ബ്ലഡ്, ഫിസിക്സ് സൈസ് യു ആർ 7% ഓഫ് എംപ്റ്റി സ്പേസ്, and I says you are 100% cute. വല്ല മനസ്സിലായോ? ഇല്ല. എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മളൊന്നും വേണ്ട പോണ്ട നമുക്ക്. ഓ താങ്ക് യു, താങ്ക് യു. കോംപ്ലിമെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. താങ്ക് യു. അത് ഇടയ്ക്ക് തെറ്റിപ്പോയല്ലോ. ഫിസിക്സ് അല്ല കെമിസ്ട്രി ആയിരുന്നു പറഞ്ഞത്. ഞാൻ വീക്ക്. കെമിസ്ട്രിയിൽ മറ്റേ വാട്ടർ ഇല്ല 60%. മാറിപ്പോയി. ടെൻഷൻ കൊണ്ടാ ക്രഷിനെ കണ്ടോണ്ട്. ഓ ഇറ്റ്സ് ഓക്കെ. എന്റെ പൊന്നു നായിട്ട് കരയിക്കണം. ബേബി ചേട്ടനല്ലേ? എന്റെ അമ്മക്ക് എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? അതിന് അസ്ലെന്ന് നോക്കുന്ന എനിക്ക് എന്തോ കളിയാക്കുന്നു. എന്ത് ഒന്നുമില്ല. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അങ്ങോട്ടേക്ക് നോക്കണ്ട. സപ്പോർട്ട് ചെയ്യും. അടുത്ത കുറച്ച് എന്നിട്ട് ഓക്കെ. എനിക്കൊക്കെയാണ് ഇങ്ങനെ പറമ്പിൽ കൂടെ നടന്ന് ഈ തുമ്പീനെയും പൂമ്പാറ്റേനൊക്കെ പിടിക്കാനായിരുന്നു. എനിക്ക് പിടിച്ചിട്ടുണ്ടോ പൂമ്പാറ്റ? പിന്നെ കിട്ടാറില്ല. പക്ഷെ പൂമ്പാറ്റ തുമ്പി, പൂമ്പാറ്റ മറ്റേ പൂമ്പൊടിയോ പൂമ്പാറ്റ പൊടി വരും കയ്യില്. നൂലില് കെട്ടി കല്ലൊക്കെ ഇതാക്കി പൊടി ചെറുപ്പത്തില് ആ തുമ്പിനെ കിട്ടാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ആസ് എ കിഡ് ഐ യൂസ് ടു ചേസ് ദ ബട്ടർഫ്ലൈസ്, ബട്ട് നൗ താങ്ക് യു, യു ബ്രിങ് ദം റൈറ്റ് ടു മീ. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. കൊള്ളാം, അത് നൈസായിരുന്നു. സൂപ്പർ. ഇപ്പൊ എന്ത് തോന്നുന്നു? ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്തായാലും അമിതമായ അമൃതും വിഷമാണെന്നൊക്കെ പറയും. പക്ഷെ എനിക്കറിയാം എത്ര അമിതമായാലും അമിത ഒരിക്കലും വിഷമാകത്തില്ല. ഇന്നിനി നീ മിണ്ടരുത്. ഇന്നത്തെ കോട്ട കഴിഞ്ഞു.